അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എന്തായിരുന്നു? കൺവേർഷൻ ആയിരുന്നു അല്ലേ? അതിൽ ബൈനറി കൺവേർഷൻ ആണ് നമ്മൾ എടുത്തത്. ഇനി അതിൻ്റെ തന്നെ ഒക്ടലിൻ്റെ ഒക്കെ വേർഷൻ നമുക്ക് നോക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കൺവേർഷൻ ഓഫ് എ ഫ്രാക്ഷൻ ഫ്രം ബേസ് 10 ടു എനി ബേസ്. അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്. അതിൽ നമ്മൾ 10 ടു 2 കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചു. അതേപോലെ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താണ്, ബേസ് 10ൽ നിന്ന് എങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇതിൽ തന്നുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് 0.96 എന്ന് പറയുന്നൊരു ബേസ് 10 ആയിട്ടുള്ളൊരു നമ്പർ. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെയാണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക? സെയിം പ്രൊസീജിയർ തന്നെയാണ്, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഒറ്റ കാര്യമുള്ളൂ, അവിടെ ബേസ് 2ന് പകരം ഇവിടെ 8 ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 0.96നെ എന്ത് ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.68 എന്നാണ്. നിങ്ങളുടെ ഇതിലുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ സുഖമാണ്, അങ്ങനെ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ദെൻ 0.68നെ അഗെയിൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.44 ആണ്. സോ അതിൽ 5 നമ്മളിവിടെ എഴുതുന്നു, 0.44 എടുക്കുന്നു. ദെൻ 0.44 ഇൻറ്റു 8, അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3.52 ആണ്. 3.52 കിട്ടുന്ന സമയത്ത് വരുന്നത് 3 നമ്മൾ എടുത്തെഴുതുന്നു, 0.52 ചെയ്യുന്നു. അഗെയിൻ 0.52 ചെയ്യുമ്പോൾ 4.16 ആണ് കിട്ടുന്നത്. സോ 4നെ എടുത്തെഴുതുന്നു, ദെൻ 0.16, ദെൻ 0.16നെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.28 ആണ്. സോ 0.28 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും, നിൽക്കില്ല. സോ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 0.96ന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്പറാണ് 0.75341 ബേസ് 8. ഓക്കെ, അറിയാലോ? മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ ചെയ്തോളൂ.
ഇതിൽ നിന്ന് ടെക്സ്റ്റിന് എക്സാമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഓക്കെ. ഓക്കെ, ഇത് ചെയ്തോളൂ. നിങ്ങൾ ടെക്സ്റ്റിൽ കാണുന്നില്ല. സോ ജസ്റ്റ് ഐ ആം ഗിവിങ് ആൻ എക്സാമ്പിൾ. സീറോ പോയിന്റ് 45 ഇത് ചെയ്ത് നോക്കൂ, എത്ര കിട്ടുന്നു. ഞാനും ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലേ, ഒരു പാറ്റേൺ ആണ്. ജസ്റ്റ് ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ഹലോ, അല്ല ഞാൻ ഇപ്പോൾ 10:30 ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് വന്നു. ആ അതെ, ശരി. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? പറയൂ. പറയൂ. ദീപ്താക്കെ പറയൂ, എത്രയും ആൻസർ കിട്ടിയത്? മാം 0.3463146 അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്, ഇങ്ങനെയാണ്, ഇതാണ്. ഇനി ജസ്റ്റ് നിങ്ങൾ ഒരു എക്സാമ്പിൾ ചെയ്യൂ. ഒരു ഒക്ടൽ നമ്പർ ആണ്. 67.54. ഇതിനൊന്ന് ഇതിനൊന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യും. 67.54. പെട്ടെന്ന് ചെയ്യാം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം? 67-നെ എങ്ങനെയാണ് നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ഇത് ഡിവിഷൻ, റിപ്പീറ്റഡ് ഡിവിഷൻ അല്ല, ഇത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ വരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രാക്ഷൻ ആകുമ്പോൾ വരിക. ഇവിടെ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ,
റിപ്പീറ്റഡ് ഡിവിഷൻ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. സോൾവ് ചെയ്യാം. ആർക്കെങ്കിലും കിട്ടിയോ? സിക്സ്റ്റി സെവന്റെ ഒക്ടൽ എന്താ കിട്ടിയത്? യെസ്. ഫ്രാക്ഷനോ? 4243. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് 67 ചെയ്യുമ്പോൾ നമുക്ക് 67.54 ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വാലൻ്റ് ആയിട്ട് കിട്ടുന്നത് 103.42436 സംതിങ് അങ്ങനെ പോകും. സോ ഇറ്റ്സ് ദ കുറച്ച് ഹോംവർക്ക് ആയിട്ട് എടുക്കോളൂ. ഇതിൻ്റെ ഒക്ടലിൻ്റെ കുറച്ച് ഹോംവർക്ക് ചെയ്തു വരും. സോ 67 437.15 അതിൻ്റെ ഒക്ടൽ കാണാം, എഴുതിക്കോളൂ. Convert the following decimal numbers to its equivalent octal number. Homework ആയിട്ട് എഴുതുക. Convert the following decimal numbers to its equivalent. Convert the following decimal numbers to its equivalent octal number. എന്നിട്ട് questions എഴുതുക. അപ്പോൾ ഇത്രയും ഹോംവർക്കുകൾ നാളെ ചെയ്തിട്ട് എനിക്ക് അയക്കുക. അടുത്തത് നമ്മൾ ഹെക്സാഡെസിമൽ ഫ്രം ബേസ് 10 to 16 സെയിം പ്രൊസീജിയറാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യുക. ഇതൊന്ന് ചെയ്യൂ.
952. ഇതിലുള്ള ഒരു നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ്. 0.62. ഇതിനൊന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. 0.62. ഇതിനൊന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എങ്ങനെ ചെയ്യേണ്ടത് സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ യാതൊരു മടിയും വേണ്ട. എത്രത്തോളം നിങ്ങൾക്കൊക്കെ എത്രത്തോളം അറിയാം എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ മുന്നിൽ എല്ലാം അറിയാമെന്ന് അടിച്ചിരിക്കുന്നു വേണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കളും അങ്ങനെ തന്നെ. അവരുടെ മുന്നിൽ ചോദിക്കുന്നതിൽ ഒരു മടിയും വേണ്ട. എത്രയാണ് കിട്ടിയത്? സീറോ 0.62. അതിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9.92. 9 നമ്മൾ എടുക്കുന്നു. 0.92 റിമൈൻഡർ 0.92 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14.772. അതിൽ 14 നമ്മൾ എടുക്കുന്നു. 0.72. ദെൻ 0.72 ഇൻറ്റു 16 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.52. അതിൽ 11 നമ്മൾ എടുക്കുന്നു. 0.52 റിമൈനിങ് 0.52 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8.32. അതിൽ 8 നമ്മൾ എടുക്കുന്നു. 0.32 റിമൈനിങ്
0.32 ഇൻറ്റു 16 ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.12. 0.12 നമ്മൾ എടുക്കുന്നു, 5 നമ്മൾ എടുക്കുന്നു. ഓക്കെ, 5 എടുക്കുന്നു, 0.12 റിമൈനിങ്. 0.12 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.92. നിങ്ങളുടെ ടെക്സ്റ്റ് എത്ര? ഇത് അഗെയിൻ ഒരു റിപ്പീറ്റേഷനാണ്, കണ്ടു. ഇവിടേക്ക് തന്നെ വന്നു, ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ 0.92. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 14 എന്ന് പറയുന്നത് ഇവിടെ ഇ ആണ് അല്ലേ? 14 ഇ. 11 എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. സോ നമ്മൾ ഇക്വാലൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? 9 ഇ ബി 851 0. ഇങ്ങനെയാണ് വരുന്നത്. സോ കുറച്ച് ഹോംവർക്ക് തരാം, അത് ചെയ്യാം. $70.15. Convert the following decimal numbers to its equivalent hexadecimal numbers. Convert the following decimal numbers to its equivalent hexadecimal numbers. Convert the following decimal numbers to its equivalent hexadecimal numbers. കണ്ടുപിടിക്കുക. ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പറയാം ഇതിന് 17 എങ്ങനെയാണ് ബേസ് 16ലേക്ക് മാറ്റുന്നത്? ഡിവൈഡഡ് ബൈ 16. ഇതിനെങ്ങനെയാണ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ഡിവിഷൻ അല്ല, ഇതിനെ ഇൻറ്റു 16. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരു എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് സാധാരണ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ഡെസിമലിൽ നിന്ന് ഒരു ബേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് റിപ്പീറ്റഡ് ഡിവിഷനും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനും ആണ്. ഇത് മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. ഓക്കെ, so under the next question 9.0.994 based. Then next question 10761.25. Then next question 428.41. അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്നാണ്? വെനസ്ഡേ അല്ലേ എന്ന്? ഇനി നിങ്ങൾക്ക് മൺഡേ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൻ്റെ മുന്നേ ആയിട്ട് എനിക്കിത് സബ്മിറ്റ് ചെയ്യാം. എനിക്ക് അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര് കൂടെ ചേർക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേരും കൂടെ നോട്ട് ചെയ്തിട്ട് വേണം അയക്കാൻ ഹോംവർക്കൊക്കെ. അപ്പോൾ ഇത് അടുത്ത മൺഡേയുടെ മുന്നേ തന്നെ എല്ലാവരും സബ്മിറ്റ്, എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ മുന്നേ തന്നെ എല്ലാവരും എനിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സബ്മിറ്റ് ചെയ്യാത്തവരൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവരെ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ അവരുടെ പേരുകൾ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, ആരൊക്കെയാണ് ചെയ്യാത്തവർ എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.